മുയലും മുള്ളൻ പന്നിയും. നർമ്മദാ നദിയുടെ തീരത്ത് ഒരു വനമുണ്ടായിരുന്നു. അവിടെയുള്ള മൃഗങ്ങൾ എപ്പോഴും തമ്മിൽ തമ്മിൽ വഴക്ക് കൂടാറുണ്ടായിരുന്നു. നമ്മുടെ വഴക്കുകൾ ഒത്തുതീർപ്പാക്കാൻ രാജാവില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ വഴക്ക് കൂടുന്നത്. ശരിയാ, നമുക്കൊരു രാജാവിനെ വേണം. പക്ഷെ ആരായിരിക്കണം ആ രാജാവ്? ലഹള പൊട്ടിപ്പുറപ്പെട്ടു. ഞാനായിരിക്കും രാജാവ്. അല്ല, ഞാനായിരിക്കും രാജാവ്. ഞാൻ തന്നെ ആയിരിക്കും ആ രാജാവ്. ഒരു വയസ്സൻ ദുർബലനായ ചെന്നായ ആ കാട്ടിൽ ആയിടെ താമസമുറപ്പിച്ചിരുന്നു. അത് മെല്ലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. എവിടുന്നായിരിക്കും ഈ ശബ്ദം? ഞാൻ ചെന്ന് നോക്കട്ടെ. ചെന്നായ വരുന്നത് മറ്റു മൃഗങ്ങൾ കണ്ടപ്പോൾ ഇദ്ദേഹത്തെ നമ്മുടെ രാജാവാക്കിയാൽ എന്താ? ആ പറഞ്ഞ നല്ല ആശയാ. അങ്ങനെ വയസ്സൻ ചെന്നായ അവിടെ എത്തി. ഞങ്ങൾക്കൊരു രാജാവിന് വേണം. ഞങ്ങളുടെ രാജാവാകാൻ നിങ്ങൾ തയ്യാറാണോ? എന്റെ ഭാഗ്യം, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ പട്ടിണിയുടെ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു. രാജാവാകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് അക്രമം ഇഷ്ടമല്ല. എന്നാൽ ഓരോ പ്രശ്നങ്ങളെ പറ്റിയും നന്നായി മനസ്സിലാക്കിയ ശേഷം ആവശ്യമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ കൊല്ലാൻ ഒരുങ്ങുകയുള്ളൂ. മൃഗങ്ങൾക്ക് സന്തോഷമായി. അല്ലയോ ബഹുമാന്യനായ രാജാവേ, ഞങ്ങൾക്കും അക്രമത്തെ പേടിയാണ്. പക്ഷെ തെറ്റ് ചെയ്തവരെ രാജാവ് കൊന്നേ പറ്റൂ. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അത് തന്നെയായിരിക്കും ചെയ്യുക. അടുത്ത ദിവസം തന്നെ മുയലും മുള്ളം പന്നിയും തമ്മിൽ വഴക്കുണ്ടായി. ഈ മാളം എന്റേത് മാത്രമാണ്. അല്ല, ഇതെന്റേതാ. ഞാനാണ് ഇത് ആദ്യം കണ്ടത്. നീ കണ്ടത് ശരിയായിരിക്കും, പക്ഷെ എന്റെ അച്ഛനാ ഇത് ഉണ്ടാക്കിയത്. പക്ഷേ നിന്റെ അച്ഛൻ ഇത് ഉപേക്ഷിച്ചതല്ലേ? അതുകൊണ്ടാ ഞാൻ കയറിയത്. ഇത് എന്റേതാ. മുയൽ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് അതിനൊരു ആശയം ഉദിച്ചു. നമുക്ക് രാജാവിന്റെ അടുത്ത് പോകാം. അദ്ദേഹം തീരുമാനിക്കട്ടെ ആരുടേതാണെന്ന്. അതാണ് ശരി, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ അവർ ചെന്നായയുടെ അടുക്കലെത്തി. അല്ലയോ മഹാരാജാവേ, ഞങ്ങൾക്ക് നീതി വേണം. പറയൂ, എന്താണ് പ്രശ്നം? രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആരംഭിച്ചു. ഒരു നിമിഷം, എനിക്ക് വയസ്സായതുകൊണ്ട് ചെവി കേൾക്കാൻ വയ്യ. അതുകൊണ്ട് അടുത്തേക്ക് വന്ന് കാര്യം പറഞ്ഞാ കൊള്ളാം. രണ്ടുപേരും ചെന്നായയുടെ അടുക്കിലേക്ക് സംശയമില്ലാതെ ചെന്നപ്പോൾ അത് അവരുടെ മേൽ ചാടി വീണു ആർത്തിയോടെ വീഴും. എല്ലാ മൃഗങ്ങളും ജീവനും കൊണ്ട് ഓടി. ഒരു അപരിചിതനെ മധ്യസ്ഥനാക്കി നിർത്താതെ നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കാമായിരുന്നു. അതാ ഇങ്ങനെ സംഭവിച്ചത്, അല്ലേ? സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കണം. കാട് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്? നർമ്മദ, ഗോദാവരി, കൃഷ്ണ, തുംഗ. നർമ്മദ. ഉത്തരം ശരിയാണ്.